ഒരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് അടിയും പൊളിയുമായിട്ടുള്ള പ്രൊമോ. ആർക്കൊക്കെ അടിയിട്ട് ആർക്കൊക്കെ പൊളിയുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും അനു നല്ല സ്ട്രോങ് ആയിട്ട് ഗെയിം കളിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ കളിക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും. അതായത് അനുവിൻ്റെ ക്യാരക്ടർ പുറത്തേക്ക് വരുവാണ്. ഞാനൊരു പാവമാണ്, പെട്ടെന്ന് കരയുന്ന ഒരാളാണ് എന്ന് കാണിക്കുന്ന ആ ഒരു ഫിഗർ മാറ്റിക്കൊണ്ട് ഞാൻ സ്ട്രോങ് ആണ് എന്ന് കാണിക്കുകയാണെങ്കിൽ അനുവിന് ഒരുപാട് സപ്പോർട്ട് കിട്ടും. പോരാത്തതിന് നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ. കാര്യം കമൻറ്റുകൾ പ്ലീസ് റിപ്പീറ്റ് അടിച്ചുള്ള കമൻറ്റ്സ് നിങ്ങൾ ഒഴിവാക്കുക. കാര്യം PR കണ്ടെത്താൻ കഴിയുന്നുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി ഒരു പ്രൊമോയാണ്. നമ്മുടെ അപ്പാനെയും അനുമോളും അക്ബറും ഒക്കെ ആയിട്ടുള്ള അടി. അതായത് അനുമോള് ഒരു ക്യാപ്റ്റനെ കുറ്റം പറയുന്നു. എനിക്ക് തോന്നുന്നു കിച്ചൺ ക്യാപ്റ്റൻ തന്നെയായിരിക്കും. കിച്ചൺ ക്യാപ്റ്റൻ നമ്മുടെ അപ്പാനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ എന്തോ സംസാരം നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ പറയുന്നു ചുമ്മാതല്ല, നീ കാരണം ഒരു പെണ്ണ് വീട്ടിൽ പോയെന്ന്. അത് നമ്മുടെ ബിൻസിയാണ് കേട്ടോ. അപ്പാനെയും ബിൻസിയും തമ്മിൽ വേറെ എന്താണെന്ന രീതിയിൽ ഇവർ പറയാണ്. ഇതേ ഡയലോഗ് തിരിച്ച് അനുമോളെടുത്ത് പറയുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇതേ ഡയലോഗ് അനുമോള് ഇതേപോലെ നമ്മുടെ ആര്യൻ്റെ അടുത്ത് ഭയങ്കര വഴക്കൂടി കഴിഞ്ഞ് മേലാമിണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് പോയത്. ആര്യൻ അനാവശ്യമായ റിങ് ഫിംഗർ കാണിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു. പറഞ്ഞ വാക്കിന് വിലയുള്ള വ്യക്തിയാണെങ്കിൽ ആ രീതിയിൽ പിന്നീട് മിണ്ടാൻ പോകില്ല. പക്ഷേ ആര്യനുമായിട്ട് നല്ല രീതിയിൽ ഒരു കൂട്ടുണ്ടാക്കാൻ അനുമോള് ശ്രമിക്കുന്നുണ്ട്. ഇന്നും അത് നമ്മൾ ലൈവ് കണ്ട കാര്യമാണ്. അപ്പോൾ അതേ രീതി തിരിച്ച് അനുമോളും ആര്യനും തമ്മിൽ വേറെ എന്തെങ്കിലും ആണെന്ന രീതിയിൽ ഇവരാരെങ്കിലും പറഞ്ഞെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതുപോലത്തെ ഡയലോഗ്സ് ഒന്നും പറയരുത്. പലർക്കും പുറത്ത് ജീവിതം ഉള്ളതാണ്. അപ്പോൾ അതുപോലത്തെ ഡയലോഗ്സൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെ പറയാം. അല്ലാതെ അവിടെ ആ ബിൻസി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് കുടുംബമുണ്ട്, ഭാര്യ പ്രഗ്നൻ്റൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡയലോഗ്സ് അടിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. എന്തായാലും ഇത് പറയുന്നു. ഇത് കേട്ടുടനെ പിന്നെ അപ്പാനെയും അക്ബറും എല്ലാം കൂടെ അനുമോളുടെ നേരെ നിൽക്കുന്നുണ്ട് കേട്ടോ. അനു ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് മറുപടി പറയുന്നുണ്ട്. പറയുന്ന വാക്കുകൾ കറക്റ്റായിട്ട് പറയുക, അനാവശ്യമായ വാക്കുകൾ യൂസ് ചെയ്യരുത്. തിരിച്ച് ഇതേ രീതിയിൽ അനുമോളെ പറയുമ്പോഴും അനുമോളെ കേട്ട് നിൽക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ പറയുന്നുണ്ട് എടാ പോടാന്ന്. ഇന്ന് ലൈവിൽ കുറേ പ്രാവശ്യം ആരൊക്കെയോ അനുമോളെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നുണ്ട്, അക്ബറിനെയൊക്കെ വിളിക്കുന്നുണ്ട്. തിരിച്ച് അനുമോളെ ആയിരുന്നെങ്കിൽ അനുമോൾ ഇപ്പോൾ അതും പറഞ്ഞ് കരഞ്ഞേനെ. തിരിച്ച് വിളിക്കുമ്പോൾ നിൻ്റെ വീട്ടിൽ ഇപ്പോൾ പറഞ്ഞ് വീട്ടുകാരെ പറയും. അപ്പോൾ ഇങ്ങോട്ട് ആദ്യം വിളിക്കാതിരിക്കുക, അതല്ലേ വേണ്ടത്. അല്ലാതെ പിന്നെ വീട്ടിലിരിക്കുന്ന വെറുതെ ആൾക്കാരെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും വീടിനകത്ത് നല്ല രീതിയിൽ കണ്ടന്റുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും അനുമോള് പാവമാണ് എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ അനുമോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാനൊരു കരയുന്ന പാവം കുട്ടിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അനുവിൻ്റെ ഉള്ളിലെ റിയൽ ക്യാരക്ടർ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരും പാവമായിട്ടൊന്നുമില്ല. എല്ലാവരുടെ കയ്യിലും ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുന്നേ ഉള്ളൂ. എന്തായാലും കണ്ടിരുന്ന് തന്നെ കാണാം എന്താണ് ഈ വഴക്കിനുള്ള കാരണമെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ